യെസ്, നമ്മുടെ സങ്കടങ്ങളെയും ദുഃഖത്തെയെല്ലാം മറക്കാൻ സഹായിക്കുന്നതാണ് യാത്രകൾ എന്ന് പറയുന്നത്. അതിയായ സങ്കടം വരുമ്പോൾ, അതിയായ ദുഃഖമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരു ദീർഘ യാത്ര പോയി കഴിഞ്ഞാൽ അത് നമ്മളെ വല്ലാതെ ഒന്ന് റിഫ്രഷ് ചെയ്യിക്കും എന്ന് നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ തൽക്കാലം നമ്മുടെ സങ്കട വാർത്തകളൊക്കെ മാറ്റിവെക്കുന്നു. നമുക്ക് യാത്ര തുടരാം. ആദ്യ യാത്ര ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയുടെ ദൃശ്യഭംഗിയും പത്തനംതിട്ടയുടെ അഴകും ഒത്തുചേർന്ന ഒരു പ്രദേശത്തേക്കാണ് നമ്മുടെ ആദ്യ യാത്ര. അത് മറ്റെവിടെയുമല്ല, നിരണം എന്ന സ്ഥലത്തേക്കാണ്. ദൃശ്യ മനോഹരമാണ് നിരണം. ആളുകളെ അങ്ങോട്ടേക്ക് മാടി വിളിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, പമ്പയാറിന്റെ തീരം, നെൽപ്പാടങ്ങൾ, ഇതെല്ലാം നിരണത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നിരണത്തേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ആദ്യ യാത്ര. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് എത്തി നിൽക്കുന്നത് തിരുവല്ല, പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ്. തിരുവല്ലയിലെ നിരണമെന്ന അതിമനോഹരമായ ഗ്രാമമാണ്. പല പ്രസിദ്ധ ആളുകളും ജനിച്ച പ്രദേശം. തിരുവല്ല നിരണത്തെ ചില നല്ല കാഴ്ചകൾ, സായാഹ്ന കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയാണ് റൈഡ് റിപ്പോർട്ടർ ഇന്ന് റൈഡ് ചെയ്തു പോകുന്നത്. നമുക്ക് പോയി നോക്കാം. സന്ധ്യ മയങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ വലിയ വൈബാണ്. ഒരുപാട് ടൂറിസം സാധ്യതകളുള്ള നിരണത്തെ, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ വിയ്യപുരത്തെ ഒക്കെ വള്ളങ്ങൾ നിർത്തുന്ന, അവരുടെയൊക്കെ കളികൾ നടക്കുന്ന അപ്പർ കുട്ടനാട് മേഖലയിലാണുള്ളത്. നല്ല ഭംഗിയാണ്. നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ലല്ലു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ലല്ലു, എങ്ങനെയാണ് ഇതൊരു 4 മണിക്കാറ്റ് എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ ഒരു വലിയൊരു വൈബ് നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. എങ്ങനെ നിങ്ങളുടെ ടൂറിസം സാധ്യത എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു പ്രാധാന്യം എങ്ങനെയാണ്? നിങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ടു കാണും, അപ്പർ കുട്ടനാട് ജലോത്സവം നടക്കുന്ന ഒരു ട്രാക്ക് കൂടിയാണിത്. 1200 മീറ്റർ നട്ടായമാണ് സ്റ്റാർട്ടിങ് മുതൽ ഫിനിഷിങ് വരെ ഉള്ളത്. ഇത്രയൊരു നട്ടായുള്ളൊരു പ്രദേശം, വള്ളംകളി പ്രദേശം എന്ന് പറയും അടുത്ത ഏരിയയിൽ എങ്ങുമില്ല. അതായത് ചുണ്ടൻ വള്ളങ്ങളുടെ നാട് കൂടെയാണ്. നമ്മൾ കാണുന്ന നിൽക്കുന്നതിന് തൊട്ടപ്പുറത്ത് മേൽപ്പാടം ചുണ്ടൻ, ഇപ്പുറത്ത് നിരണം ചുണ്ടൻ, അതിൻ്റെ തൊട്ടപ്പുറത്തെ കരയിലെ വിയ്യപുരം, അതിനപ്പുറത്ത് കാരിച്ച, പായിപ്പാട്, അങ്ങനെ ഇവിടെ എല്ലാ സാധ്യതകളും, അതായത് ആറന്മുളയിൽ നിന്ന് ടൂറിസ്റ്റുകൾ വരാനും ആലപ്പുഴയിൽ നിന്ന് ടൂറിസ്റ്റുകൾ വരാനും എല്ലാവിധ സാധ്യതകളും ഈ പ്രദേശത്തുണ്ട്. അപ്പോൾ എന്തൊക്കെ പ്രൊജക്റ്റാണ് നിങ്ങൾ ആലോചിക്കുന്നത്? ഇപ്പം ഇത് അപ്പർ കുട്ടനാട് ജലോത്സവം CBLന്റെ ഭാഗമാക്കി ആക്കുമെന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഞങ്ങൾ CPM ജില്ലാ സെക്രട്ടറി സഖാവ് രാജു അബ്രഹാം സഖാവ് ഉറപ്പ് വന്നിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിംഗ് വിളിച്ചപ്പോഴും ആ പ്രസ് മീറ്റിങ്ങിലും ഈ കാര്യം സംസാരിക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ ഈ CBL കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി കൊണ്ടുവരണം. ഈ ടൂറിസ്റ്റുകൾ വന്ന് ഈ നാടിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറും. ഇത് നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രിയൊക്കെ ഒന്ന് കാണണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ആലപ്പുഴ ജില്ലയും പത്തനംതിട്ട ജില്ലയും ഒക്കെ സംഗമിക്കുന്ന പ്രദേശമാണ്. അപ്പോൾ നമ്മൾ ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ ശ്രദ്ധയിലേക്കൊക്കെ നമ്മളിത് പെടുത്തുകയാണ്. നല്ല മേഖലയാണ്. നിരവധി ടൂറിസം സാധ്യതകളുണ്ട്. ഇവിടെ തൊട്ടപ്പുറത്തൊക്കെ ആളുകൾക്ക് വന്നിരിക്കാൻ ഒരു 4 മണിക്കാറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇവിടെ വന്നിരിക്കാം. ചെറിയ കടകളൊക്കെ ഉണ്ടെങ്കിൽ ഫാമിലിയായി, കുടുംബമായി ഒക്കെ വന്ന് ആസ്വദിക്കാം. ചെറിയ ബോട്ടിങ്, അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ പറ്റിയ പ്രദേശമാണ്. ദാ കണ്ടില്ലേ, നിരണത്തിൻ്റെ മറ്റൊരു മനോഹര കാഴ്ചയാണ്. വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളാണ്. ഇനി കൊയ്യാൻ ആഴ്ചകളോ അല്ലെങ്കിൽ മാസങ്ങളോ മാത്രം. വെള്ളം കയറും, പക്ഷേ വെള്ളം കയറുമ്പോൾ മാത്രമുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് സഞ്ചാരികൾക്ക് വർണ്ണക്കാഴ്ചകളൊരുക്കി നിരണം മാടി വിളിക്കുകയാണ്. സഞ്ചാരികളെ ഇതിലേ എന്ന് പറഞ്ഞ്. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളുടെ ഒരു അതിർത്തി പ്രദേശമാണ് നിരണം. എന്തായാലും ഈ കാഴ്ചകൾക്ക് അവസാനമില്ല. സൂര്യനങ്ങ് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിച്ചു കഴിഞ്ഞു. നിരണത്തെ അസ്തമയ കാഴ്ചകളും മനോഹരമാണ്. ഇരുൾ വീഴാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം 4 നാട് കാണണം.
പക്ഷേ ഒരു നാട്ടിൽ അവനെ പിടിച്ചു നിർത്തുന്നത് ആ നാടിന് എന്തെങ്കിലും പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടായിരിക്കാം. അത്തരം പ്രത്യേകതകളൊക്കെ നിറഞ്ഞ പ്രദേശമാണ് നിരണം. നിരണത്തേക്ക് സ്വാഗതം. തൽക്കാലം സൈനിങ് ഓഫ്. അജയൻ നായർക്കൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. യെസ്, കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് നിരണത്തുള്ളത്. ഒരുപാട് പ്രേക്ഷകർ പറയുന്നത് സൂപ്പർ കാഴ്ച തന്നെ എന്ന് പറയുന്നുണ്ട്.